ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിയക് ടെയിൽസ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെ നിന്ന് കാണിച്ചു കൊടുക്കുക. നമ്മളിവിടെ വന്നിരിക്കുന്ന വാർ മെമ്മോറിയൽ പാർക്കിലാണ്. നമ്മുടെ അടുത്തുനിന്ന് അവിടുന്ന് എത്ര ദൂരം ഉണ്ട്? അത് ഒരു 1 hour വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. അത്രയും ഡിസ്റ്റൻസ് നമ്മൾ കടന്ന് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഭയങ്കര പീസ്ഫുൾ ആൻഡ് ഭയങ്കര എന്താ പറയുക, ഒരു അടിപൊളി പാർക്ക്. ഒരുപാട് ആൾക്കാരൊക്കെയാണ്. നമ്മളിങ്ങനെ ഒരു ഐസൊലേറ്റഡ് സ്പേസ് നമ്മൾ ചൂസ് ചെയ്തു. ആൻഡ് നമ്മളിവിടെ ഒരു എന്താ പറയുക, കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നതാണ്. ഞങ്ങളിങ്ങനെ ചിന്തിച്ചപ്പം ഒരു റൊട്ടീൻ ലൈഫിലേക്ക് പോകുന്നു. അബി ഓഫീസിൽ പോകുന്നു, പിന്നെ നമ്മൾ ജിമ്മിൽ പോകുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ഇങ്ങനെ പോകും. അപ്പം ഇന്ന് മൺഡേ ഇവിടെ ബാങ്ക് ഹോളിഡേ ആണ്. അബിക്ക് ഫ്രീ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് ഫുഡ് എടുത്തുകൊണ്ട് വെളിയിൽ എവിടെയെങ്കിലും പോയി കഴിച്ചാലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ്. നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർ പിക്നിക്കിനുള്ള ഒരു സ്റ്റെപ്സും ഇല്ല. കൈ കിട്ടിയതെല്ലാം എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. കാരണം ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ ജിമ്മിൽ പോകണം. അപ്പോൾ ഇതൊരു വളരെ ചെറിയൊരു കുട്ടി വീഡിയോ ആയിരിക്കും. ഇങ്ങനെ ഇവിടെ വന്നിരുന്നപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി വൈ നോട്ട് നമുക്കൊരു ചെറിയൊരു വ്ളോഗാക്കാം. ഇപ്പം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഇനി തൊട്ട് നന്നായിട്ട് വീഡിയോസ് ഇടാനുള്ള പ്ലാനാണ്. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇത് ഇവിടെ ഈ ഒരു സ്ഥലത്തിന് നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് കാണാം. ശരി. മറ്റെല്ലാം ഗ്രാസ് കട്ടി, ഇവിടെ ഇത്രയും പോച്ച ഉള്ളതുകൊണ്ട് ഒരു ബെഡിൽ കിടക്കുന്ന ഫീൽ വരുന്നത് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ. നല്ല വ്യൂ ആണല്ലോ, ഭയങ്കര പീസ്ഫുൾ. നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാ സ്റ്റെപ്സുമായിട്ട് നമ്മൾ പിക്നിക്ക് ചെയ്യാൻ വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു സന്തോഷം അല്ലേ, അത്രേ ഉള്ളൂ. ഞങ്ങളിതാ വെള്ളവും സാൻഡ്വിച്ചും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാവുന്നേ. അബീൻ്റെ കൈ എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ ഓൾ ഗുഡാണ്. നമുക്കിനി ഒരു ജസ്റ്റ് 2 weeks കൂടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. നമുക്ക് എന്താ പറയുക, ഒരു ഹോപ്പ്ഫുള്ളി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ബാക്ക് ടു പഴയപടിയാവും. നല്ല ഫ്രഷ് സ്ട്രോബെറീസ് ഒക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ടാണ് ഞാൻ ശരിക്കും ആക്ച്വൽ സ്ട്രോബെറീസ് കഴിക്കുന്നത്. ഒരാൾ ഷൂവും സോക്സും ഒക്കെ ഊരി ഫസ്റ്റിലേ കയറിയിരുന്നു, മറ്റേ എൻ്റെ ആദ്യത്തെ പന്തിക്ക് കയറിയിരുന്നു എന്ന് പറഞ്ഞ കണക്ക്. ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ സമയം ഇവിടെ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്.
ഡെലീഷ്യസ് സ്ട്രോബെറി. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് നല്ല ഫ്രഷ്ലി പ്രിപ്പയർഡ് ബർഗർ ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ ബർഗർ ബൺ കിട്ടാഞ്ഞുകൊണ്ട് ഞങ്ങളത് സാൻഡ്വിച്ച് ആക്കി. ഇത്തിരി ലെയേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതായിട്ടുണ്ട്. നമ്മളെന്നാ കഴിക്കാൻ തുടങ്ങട്ടെ. എങ്ങനെയാ ഞാൻ തുടങ്ങാനോ? തുടങ്ങിയോ? ഓക്കെ, കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഫസ്റ്റ് ബൈറ്റ് എടുക്കാൻ പോകണ്ടേ. അടിപൊളി. ഇങ്ങനെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട്. ഇതെൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. കഴിച്ചോ. ഇനി നമുക്ക് കഴിച്ചിട്ട് ഇതെങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾ കഴിച്ചിട്ട് കാണാം. Plans are always the best, അല്ലേ? ഒട്ടും പ്രിപ്പയർഡ് ഒന്നും അല്ല, എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് ഭയങ്കര അടിപൊളി. നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഇതുവരെ ഒരു പാമ്പൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് നമുക്ക് നിങ്ങൾ ഉറങ്ങാൻ കുറച്ചു നേരം. നമുക്ക് എന്തെങ്കിലും ഇനി ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കഴിപ്പ് കഴിഞ്ഞു. ഞാൻ IPL കാണാൻ പോവാ. അയ്യാടാ, ഞാൻ എന്തെങ്കിലും കാണാൻ നോക്കട്ടെ. ഫ്രണ്ട് സീരീസ് ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടാലോ? അത് കാണട്ടെ. ബൈ. ഇത് കാണുമ്പോഴേ ശ്രീനിവാസനം പോലെ. എടാ ദാസ, എന്താടാ വിജയ, നമുക്ക് ഈ ഐഡിയ നേരത്തെ തോന്നാൻ. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. കണ്ണടക്കിയ സുഖമായിട്ട് കിടന്നുറങ്ങും. അവസാനം ഇവിടുന്ന് രാത്രിയായിരുന്നു നമ്മൾ അറിയത്തില്ല. കിടക്കുന്ന പ്ലാൻ വേണ്ട ബി, നമുക്ക് എപ്പോഴും ഫ്ലോപ്പ് ആയി പോകും. ഏതെങ്കിലും പട്ടി വന്ന് മുഖത്ത് മൂത്രം വയ്ക്കും. ഇവിടെ അതിന്റെ ഭയങ്കര ഞങ്ങൾ കാണുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നോക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും ഇവിടെ ഇങ്ങനെ മറ്റേ ഇന്റർമീഡിയറ്റ് ഗോപാൽജി കാണാൻ പറ്റുമോ എന്തോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് കാണുന്നുണ്ട്. No, not that one. We're trying to figure out who to bring to the Knicks game tonight. We have an extra ticket. ടോബി അതെ, ശരിക്കും മിസ് ചെയ്ത്. എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അബി അവിടെ നല്ലൊരു ഉറക്കവും പിന്നെ ക്രിക്കറ്റ് കളിയൊക്കെയാണ്, ക്രിക്കറ്റ് കാണലും ഒക്കെയാണ്. ഓർക്കിന്നറഗാനം പാടിയറിക്കാൻ അമ്പിലിനാഥം പോലെയൊന്ന്.
അപ്പോൾ ശരി guys. അതായിരുന്നു നമ്മുടെ ഒരു ചെറിയ കുട്ടി വ്ളോഗ്. ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എത്ര മിനിറ്റ്സ് ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ നമ്മളിവിടെ ഒരു 2 hours നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. ആൻഡ് യാ ദാറ്റ്സ് ദാറ്റ്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതാണ്. ഗുഡ് ബൈ, കീപ് സപ്പോർട്ടിങ്.